അതിന്റെ പിന്നിൽ ഉദ്ദേശമൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ പല പല കള്ളത്തരങ്ങൾ നമ്മളെ കൊണ്ട് കാണിക്കുക, നമ്മുടെ ഫോൺ ഓൺ ചെയ്തിട്ട് പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ നമ്മളാണെന്ന് പറഞ്ഞിട്ട് ചെയ്യുക, നമ്മളുടെ സ്വത്തും വകയൊക്കെ പിടിച്ചു പറിക്കാൻ നോക്കുക, നമ്മളായിട്ട് സംസാരിക്കുക. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാനിവിടെ ഇരിക്കുകയാണ്, നമ്മൾ ആകെ വിളിക്കുന്നത് മുക്കുവിനെയാണ്, അല്ലാതെ വേറെ അധികം ആൾക്കാരൊന്നും നമ്മുടെ ഫോണിൽ ഒഫീഷ്യൽ കോൾസ് അല്ലാതെ വെറുതെയുള്ള വിളികളൊന്നും വിളിക്കുന്നില്ല. വിളിക്കാതെ ഒന്നും വിളിച്ച് മറ്റുള്ളവരുമായിട്ടൊന്നും തുറ പറയുകയും കണ്ട ആൾക്കാരുടെ ഫോൺ നമ്പേഴ്സ് ഒന്നും നമുക്കില്ല. നമ്മളിപ്പം ഈ നമ്മുടെ പ്രശ്നങ്ങൾ പറയാനോ എന്തെങ്കിലുമായിട്ട് വിളിക്കുന്നതല്ലാതെ വേറൊരു ആളുകളെ നമ്മുടെ ഫോണിൽ നിന്ന് നമ്മൾ വിളിക്കാറില്ല. കറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോണിലെ കോൾ ലിസ്റ്റ് എടുത്താൽ 809048319372 നമ്മുടെ നമ്പർ ക്ലോൺ ചെയ്ത് എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. നമ്മൾ നമ്മുടെ ഫോണിൽ ഇടുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട്, നമ്മൾ എവിടെയാണ് ഈ വീടിന്റെ എല്ലാ കാര്യങ്ങളും. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ അപായപ്പെടുത്താനും നമ്മുടെ സ്വത്തും വകയൊക്കെ അടിച്ചു മാറ്റാനും ഒക്കെ നടക്കലാണ് ജോലി. ഇവളാണ് ഏറ്റവും വലിയ കള്ളി എന്ന് പറഞ്ഞാൽ ഈ പ്രീതായിട്ട് എന്ന് പറയുന്നതാണ്. നമ്പർ 1 കള്ളിയാണ് ഇവൾ. ഇവൾക്കാണ് നമുക്ക് കാശ് വേണ്ടത്, ഇവളാണ് മറ്റുള്ളവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്, ഇവളാണ് നമ്പർ 1 കള്ളി എന്ന് പറയുന്നത്. പിന്നെ അഭിജൂപി, പിന്നെ ഈ സദാനന്ദ മന്ദിരം, പിന്നെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ സദാനന്ദ മന്ദിരം, സുബ്രഹ്മണ്യൻ, പിന്നെ വല്യത്ത് വീട്ടിലെ കുറെ ആൾമാരും വല്യത്ത് വീട്ടിലെ കുറെ രാജേഷ് നമ്പർ 1 ആണ്. ഈ അതുപോലെ ഇവള് എന്താണ് പേര്, രാജമ്മ നമ്പർ 1 കള്ളിയാണ്. രാജമ്മ, രാജേഷ്, ലീലയുടെ മകനായ വല്യത്ത് രാജേഷ്, ഇവന്മാരൊക്കെയാണ് ഏറ്റവും വലിയ. പിന്നെ പറയുന്നവർക്ക് എന്നോട് വലിയ ഇതാണ്, അവരുടെ മക്കൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ് ഇപ്പം. പക്ഷെ നേരിട്ടൊന്നും നമുക്ക് വരുന്നില്ല. മറ്റവൻ രാജേഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരികയും അവൻ കാർ മറ്റുള്ളവരുടെ ഇട്ടിട്ട് അവൻ കവർ വാറ്റിയാറ്റി വരുവായിരുന്നു, ആരോഗ്യം ഇവിടെ വരുന്നുള്ള രീതിയിൽ. അങ്ങനെയൊക്കെ വലിയ കള്ളനാണ് അവൻ. SNDP ഇവിടെയുള്ളവന്മാരായിട്ടൊക്കെ കുറച്ച് SNDPക്കാരായിട്ടൊക്കെ അവന് നല്ല ബന്ധമാണ്. വിനോദ നാരായണൻ എന്നൊക്കെ പറയുന്നവരുമായിട്ടൊക്കെ അവന്റെ ഭാര്യയ്ക്കും അവനൊക്കെ നല്ല ബന്ധമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ഇതുണ്ട്. അതുപോലെ KS29G1222 എന്ന് പറയുന്ന ഒരു നമ്പർ അവിടെ കഷണ്ടി ആണ്. അതിന്റെ ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവനാണ് വന്ന് നമ്മുടെ വസ്തുവിന്റെ കാര്യങ്ങളൊക്കെ അവനൊന്ന് സംസാരിക്കുന്നത്, കൂട്ടച്ചായി സംസാരിക്കുന്നത്. സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കുട്ടൻ അവൻ സംസാരിക്കുന്നത് പോലെ അവൻ നമ്മുടെ എന്താ സഹദേവൻ മരിച്ചപ്പം ഭാര്യ രത്നമ്മയുടെ മകൾക്കോത്ത് എന്ന് പറഞ്ഞിടയ്ക്ക് അവൻ സംസാരിക്കുന്നത്. ഇവൻ നമ്മുടെ 17 സെന്റിനെ കുറിച്ച് സംസാരിക്കാം. ഇതിന്റെ പുറകിൽ കിടക്കുന്ന സ്ഥലമാണ് 17 സെന്റ്. നമുക്കത് നമ്മളിത് ഭയങ്കരമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് വാങ്ങിച്ച സ്ഥലമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സുബ്രഹ്മണ്യനുമായിട്ട് വർഷങ്ങൾ കേസ് ഉണ്ടായിരുന്നു, വർഷങ്ങൾ കേസ് വാങ്ങി എടുത്ത സ്ഥലമാണ്. നമ്മൾ വാങ്ങിച്ചപ്പോൾ അവൻ കൊണ്ട് കേസ് കൊടുത്ത് നമുക്കെതിരെ. അത് കഴിഞ്ഞ് പിന്നെ 7 സെന്റും കൂടെ എനിക്ക് തന്ന് ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. എന്റെ പേര് അങ്ങനെ അതെല്ലാം അപ്പൊ നമ്മുടെ പേരിലാണ് ഇതൊക്കെ ഇപ്പോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്ഥലങ്ങൾ തട്ടിയെടുക്കുന്നതിന് ഭയങ്കര, നമുക്കിതൊന്നും വിൽക്കാൻ യാതൊരു ഉദ്ദേശങ്ങളുമില്ല. ഇത് വിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ഒരു മകളുണ്ട്, അവർക്ക് ഇത് സക്സസിന് അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കും, നമ്മൾ എഴുതി തന്നെ വെക്കും. പക്ഷെ അവൾക്ക് വിൽക്കാൻ പറ്റാത്ത രീതിയിലേ എഴുതത്തുള്ളൂ. അവൾക്ക് എന്ത് ചെയ്യണമെങ്കിൽ ഒരു 50 years കഴിഞ്ഞിട്ട്, അപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനുഭവം കൊണ്ട് നമുക്ക് പറയാം, നമ്മൾ 40-45 ഒക്കെ കഴിയുമ്പോഴാണ് ശരിക്കും യഥാർത്ഥ മെച്യൂരിറ്റി നമുക്ക് വരത്തുള്ളൂ. യഥാർത്ഥ മെച്യൂരിറ്റി വരണമെങ്കിൽ ഇത്രയും നാൾ കഴിയണം. ഇത് റിയാലിറ്റിയാണ്. അന്നേരമാണ് നല്ല ആൾക്കാർ, വേറുള്ള ക്രിമിനൽസിനൊന്നും ഈ മെച്യൂരിറ്റി ഒന്നും ഇല്ല, അവർ ക്രിമിനൽ ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കും. അതേസമയം നല്ല ആൾക്കാർക്കൊരു എന്താ പറയുന്നത്, അവര് നല്ലതായതുകൊണ്ട് മറ്റുള്ളവർ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രകൃതമായത്. അത് അങ്ങനെയൊന്നും അല്ല.
നമ്മള് നല്ലതാണെന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കും നമ്മളെ പോലെയാണ് എല്ലാവരും എന്നാണ് ഒരു ഒരു ജനറൽ പെർസ്പെക്റ്റീവ് ഉണ്ട് ഇവർക്ക്. പക്ഷെ അതല്ല, എന്റെ വെച്ച് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വെറും പൊട്ടരാണ്, നമ്മൾ അങ്ങനെയാണ്, നമ്മളെ പോലെയാണ് എല്ലാവരും എന്ന് വിചാരിക്കും. പക്ഷെ ഒട്ടുമല്ല. ഭയങ്കര നമ്പർ 1 ക്രിമിനൽസ് ആണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമുക്ക് പിന്നെ മനസ്സിലാക്കുന്നത്. അങ്ങനെ നല്ല എനിക്ക് ബോധ്യമായത് അങ്ങനെയാണ്. നമ്മുടെ ഈ 40s കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കാര്യങ്ങളെ കുറിച്ച് ബോധ്യമായി വന്നത്. അപ്പൊ ഞാൻ പറയും, അതുകൊണ്ട് 50 ഇയർ കഴിഞ്ഞിട്ടേ നമ്മുടെ വസ്തു വകകളൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യാവും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് പിന്നെല്ലാം ദൈവത്തിന്റെ ഇതാണ്. ദൈവം നമ്മളെ പഠിപ്പിക്കും. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മള് എന്താണ് തെറ്റായ ഇതിലൊന്നും പോയിട്ട് ഇവന്മാര് കഥകൾ ഉണ്ടാക്കുക, ഇവന്മാര് നമ്മളെ കുറിച്ച് തെറ്റായ കഥകളൊക്കെ ഉണ്ടാക്കുക ഭയങ്കര ഇതാണ്. നമ്മളെ അക്യൂസ് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിലും ഇവർ ചെയ്ത് കളയും. ഗ്യാസ് ലൈറ്റിംഗ് ഒരു നേച്ചറാണ്. ഗ്യാസ് ലൈറ്റിംഗ് ഭയങ്കര കളറാണ് ഇത്. അത് നല്ല സൂപ്പറായിട്ട് മനസ്സിലായ കാര്യങ്ങളാണ്. നമ്മളിപ്പോ ഒരാളിനെ നീ അങ്ങനെയാണെന്ന് പറഞ്ഞത് അടിച്ചേൽപ്പിക്കും ഒരിക്കലും. പക്ഷെ ഇവരങ്ങനെയല്ല. ഇവരങ്ങ് അടിച്ചേൽപ്പിക്കും നമ്മളെ. ഒരിക്കലും ഒരു നല്ല പെർസ്പെക്റ്റീവിൽ കൂടെ അല്ല ഇവരുടെ നോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിട്ട് നമ്മുടെ ഒരിക്കലും വയസ്സായ ഒരു ഡിസിഷൻ നമ്മൾ ഈ 40 ബിഫോർ എടുക്കത്തില്ല. റെയറായിട്ടാണ് അപ്പോഴത്തെ മെച്യൂരിറ്റി വരുന്നത്. പലരും ഈ വലിയ ഫ്രോഡുകളുടെ കൈ തന്നെ ചെന്ന് വീഴുന്നത് ഈ മെച്യൂരിറ്റിയുടെ കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ലോകം, എന്ത് കള്ളത്തരവും നടക്കുന്നത്. ഇവിടെ ഈ കുടുംബം എന്ന് പറഞ്ഞാൽ മാറി. പണ്ട് പേരും ദൈവമൊക്കെയുള്ള വീടാണ്. ഞാനെന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ അമ്മാവന്റെ മകൻ എന്ന് പറയുന്നത് ഡോക്ടർ പി കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആള്. ഈ ഡോക്ടർ പി കെ രാധാകൃഷ്ണൻ അദ്ദേഹം കേരളയുടെ വൈസ് ചാൻസലറായിട്ട് ഇരുന്ന ആളാണ്. ആളുടെ അനന്തരത്തെയാണ് ഞാൻ. അപ്പൊ ആളുടെ ഒരു ബുദ്ധിയൊക്കെ എനിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അനന്തരത്തി എന്ന് പറയുന്ന ഒരു പണ്ട് അനന്തരർ എന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക എന്താ പറയുക സ്ഥാനം കൊടുക്കുന്ന ഒരു രീതിയൊക്കെയാണ് പണ്ടുള്ളത്. മനസ്സിലായി. അപ്പൊ അങ്ങനെ അപ്പൊ ആള് കെമിസ്ട്രിയിൽ പി എച്ച് ഡി ആണ് പണ്ടത്തെ. ഇപ്പോഴത്തെ അല്ല, ഓൺലൈൻ പി എച്ച് ഡി ഒന്നും അല്ല. പണ്ടത്തെ നല്ല ഒന്നാമത്തെ പി എച്ച് ഡി. അപ്പൊ ആളിന്റെ അനന്തരത്തിയാണ്. മനസ്സിലായി. അപ്പോ ആ ഒരു റേഞ്ചൊക്കെ ബ്രെയിൻ എന്തായാലും വരും. ആള് കെമിസ്ട്രിയിൽ പി എച്ച് ഡി ആണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ മനസ്സിലാവും, കള്ളത്തരങ്ങളൊക്കെ. അല്ലാതെ പൊട്ടലൊന്നും അല്ല. വായു ഇങ്ങനെ അടിച്ചിങ്ങനെ കേട്ടു. വായുവടിയ ജോലി. വടി എന്ത് ചെയ്യുന്നേ?